ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന നീര് എന്ന സിനിമയുടെ റിലീസിന് ശേഷമുള്ള സംവിധായകൻ ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ റാം എന്ന സിനിമയുടെ ഇതുവരെ നാം കേൾക്കാത്ത ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. 2019 ഒരു ഭാഗമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ റാം എന്ന സിനിമയ്ക്ക് ഏകദേശം 35 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് എങ്കിൽ ഇപ്പോൾ അത് രണ്ട് ഭാഗങ്ങൾക്കായിട്ട് 70-80 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ട് എന്നായിരുന്നു അവസാനമായിട്ട് നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ ജിത്തു ജോസഫ് തന്നെ സിനിമയുടെ ബഡ്ജറ്റ് വെളിപ്പെടുത്തിയപ്പോൾ 140 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയാണ് റാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതോടെ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ രണ്ട് ഭാഗ സിനിമ കൂടിയായിട്ട് റാം മാറുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലവിൽ ലാലേട്ടന് കൈ നിറയെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ചെലവേറിയ സിനിമയായിട്ട് റാം എന്ന പ്രോജക്റ്റ് മാറുകയാണ്. ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ പുലിമുരുകനാണ്. 144 കോടിയായിരുന്നു ആ സിനിമയുടെ കളക്ഷൻ. അതിനടുത്തേക്കാണ് ഇപ്പോഴത്തെ റാമിന്റെ ബഡ്ജറ്റ് എത്തപ്പെട്ടിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ ഒരു ഭാഗത്തിന്റെ ബഡ്ജറ്റ് അപ്പോൾ 70 കോടിയാണ്. വമ്പൻ കളക്ഷൻ നേടിയെടുക്കണം സിനിമ തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട്. ഇപ്പോൾ തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന നേരെ ഉൾപ്പെടെയുള്ള ലാലേട്ടൻ ജിത്തു കോംബോയിൽ ഒരു സിനിമയും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നതാണ് റാം എന്ന സിനിമയ്ക്ക് ഉള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. എന്തായാലും അടുത്ത വർഷം അവസാനത്തോടെയെങ്കിലും റാമിന്റെ ഒരു ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തിയേറ്ററുകളിലെ വേറെ ലെവൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചുകൊണ്ട് വമ്പൻ ബുക്കിങ്ങോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ നീര്. ഒരു ലോ ബഡ്ജറ്റ് കോർട്ട് റൂം ഡ്രാമ സിനിമയുടെ കളക്ഷനും അതോടൊപ്പം തന്നെ തരംഗവും ഇതാണെങ്കിൽ ആ മലൈക്കോട്ടെ വാലിബൻ എങ്ങാനും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ ഏത് ലെവൽ തരംഗമായിരിക്കും, ഏത് ലെവൽ കളക്ഷൻ ആയിരിക്കും നേടിയെടുക്കുക എന്ന് ആലോചിക്കാത്ത ഏതെങ്കിലും ഒരു സിനിമാ പ്രേമി ഉണ്ടോ എന്ന് നാം സംശയിക്കുന്നു. ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ അത് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും എന്നത് ഉറപ്പ് നൽകുന്ന ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടാണല്ലോ നേരിനെ കുറിച്ച് പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന ലാലേട്ടന്റെ കരിയറിൽ ഇനി വരാനിരിക്കുന്ന സിനിമകളിലെ ഏറ്റവും വലിയ ഹൈപ്പ് നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ പോസിറ്റീവ് ആദ്യ ദിവസം നേടിയെടുക്കുകയാണെങ്കിൽ ഏത് ലെവൽ കളക്ഷൻ പോകുമെന്നത് ഇപ്പോൾ ഒരിക്കലും പറയാനാവാത്ത സ്ഥിതിയാണ്. എങ്കിൽ പോലും ഫസ്റ്റ് ഡേ കളക്ഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 50% ഒക്യുപ്പൻസിയിലെ ഡിസാസ്റ്റർ അഭിപ്രായങ്ങൾ നേടിയെടുത്ത മരിക്കാർ പോലും 20 കോടി കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ഈ 100% ഒക്യുപ്പൻസിയിൽ 2024 ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലൈക്കോട്ടെ വാലിബൻ ഉറപ്പായിട്ടും 25 കോടി രൂപയ്ക്ക് മുകളിൽ FT വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരിനെ നാം നിലവിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിട്ടാണ് കാണുന്നത്. തൃശൂർ പൂരം അടുത്ത മാസം ജനുവരി 25 മുതൽ കാണാനായിട്ട് കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ എത്ര കോടി രൂപ വരെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയെല്ലാം തന്നെ നിലവിൽ നമുക്കുണ്ട്. എന്നാൽ അതിപ്പോൾ പറയാനായിട്ട് സമയമായിട്ടില്ല. നിലവിലെല്ലാം ലിജോ ജോസ് പെലിശ്ശേരിയുടെ കൈകളിലാണ്. നമുക്ക് കാത്തിരിക്കാം മലൈക്കോട്ടെ വാലിബന്റെ അടുത്ത കണ്ടന്റുകൾ കേട്ട്, അടുത്ത അപ്ഡേറ്റുകൾ കേട്ട്, കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.